എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവിയിൽ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ ആകാനുള്ള പുതിയൊരു അവസരത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ നേവി ഈ കോഴ്സിലേക്ക് വിളിച്ചിരിക്കുന്നത് ആകെ 260 ഒഴിവുകളിലേക്കാണ്. അപ്പോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പുതിയ അവസരം? സംഭവം ഇതാണ്, ഇന്ത്യൻ നേവി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർമാരെ ക്ഷണിക്കുകയാണ്. ട്രെയിനിംഗ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏഴുമലയിലുള്ള ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ്. കോഴ്സ് തുടങ്ങുന്നത് 2027 ജാനുവരിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഈ 260 ഒഴിവുകൾ എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 ബ്രാഞ്ചുകളിലാണ് ഈ വേക്കൻസികൾ വരുന്നത്. അതിലേറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ്. ജനറൽ സർവീസ്, ഏവിയേഷൻ, പിന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് മേഖലകളിലായിട്ട് ഇവിടെ ഒഴിവുകൾ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ ടെക്നിക്കൽ ബ്രാഞ്ചിൽ ധാരാളം അവസരങ്ങളുണ്ട്. ജനറൽ സർവീസിൽ മാത്രമല്ല, സബ്മറൈൻ പോലുള്ള സ്പെഷ്യലൈസ്ഡ് റോളുകളിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. മൂന്നാമത്തേത് എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ്. ഇവിടെ ആകെ 15 ഒഴിവുകളാണുള്ളത്. പ്രത്യേക വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉള്ളവർക്കാണ് ഈ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഒഴിവുകളൊക്കെ കണ്ടല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടോ എന്നതാണ്. നമുക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് എന്താണ് ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ അഥവാ SSC എന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് നേവിയിൽ ഓഫീസറായി സേവനം ചെയ്യാനുള്ള ഒരു അവസരമാണ്. സാധാരണയായി ഇത് 10 വർഷത്തേക്കാണ്. വേണമെങ്കിൽ അത് 14 വർഷം വരെ നീട്ടാനും സാധിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് അഭിമാനകരമായ ഒരു കരിയർ സ്വന്തമാക്കാനുള്ള മികച്ച വഴിയാണിത്. ഇനി പ്രായപരിധിയുടെ കാര്യത്തിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഓരോ തസ്തികയ്ക്കും പ്രായപരിധി വ്യത്യാസമുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ജനറൽ സർവീസിലെയും പൈലറ്റ് തസ്തികയിലെയും പ്രായപരിധി ഒന്നല്ല, രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ മിക്ക തസ്തികകൾക്കും വേണ്ടത് 60% മാർക്കോടെയുള്ള ഒരു BE അല്ലെങ്കിൽ BTech ഡിഗ്രിയാണ്. എന്നാൽ പൈലറ്റ് പോലുള്ള ഏവിയേഷൻ റോളുകളിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല മാർക്കുണ്ടായിരിക്കണമെന്ന നിബന്ധന കൂടിയുണ്ട്. ഇതുപോലെ തന്നെ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനും ചില പ്രത്യേക എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിൽ 60% മാർക്കോടെയുള്ള ഡിഗ്രി വേണം. എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ യോഗ്യത കുറച്ചുകൂടി മാറും. അവിടെ ചില വിഷയങ്ങളിൽ MSc, MTech അല്ലെങ്കിൽ BE, BTech ആണ് വേണ്ടത്. തീർച്ചയായും 60% മാർക്കോടെ. ശരി, അപ്പോൾ നിങ്ങൾ യോഗ്യനാണെന്ന് ഉറപ്പിച്ചു. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കുക? എന്തൊക്കെയാണ് ഇതിന്റെ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ? നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. സെലക്ഷൻ പ്രോസസ്സ് വളരെ ലളിതമാണ്. നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഡിഗ്രി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിലുൾപ്പെട്ടാൽ നിങ്ങളെ സർവീസ് സെലക്ഷൻ ബോർഡ്, അതായത് SSB ഇന്റർവ്യൂവിന് വിളിക്കും. അതാണ് പ്രധാന കടമ്പ. ഇവിടെ എല്ലാവർക്കും ഒരു സന്തോഷവാർത്തയുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ യാതൊരു ഫീസും നൽകേണ്ടതില്ല. അതെ, അപേക്ഷാ ഫീസ് ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് യോഗ്യതയുള്ള ആർക്കും ധൈര്യമായി അപേക്ഷിക്കാം. ശമ്പളത്തിന്റെ കാര്യം നോക്കിയാലോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു സബ് ലഫ്റ്റനന്റിന് തുടക്കത്തിൽ തന്നെ കിട്ടുന്നത് ഏകദേശം 1,20,000 രൂപയാണ് ഓരോ മാസവും. തീർന്നില്ല, ചെയ്യുന്ന ജോലിയുടെ സ്വഭാവമനുസരിച്ച് ഇതിനു പുറമെ വേറെയും അലവൻസുകളുണ്ട്. അപേക്ഷിക്കേണ്ടത് പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ joinindiannavy.gov.in ൽ പോവുക. അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കോഴ്സിന്റെ ലിങ്ക് കണ്ടെത്തി അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്താൽ മതി. അപേക്ഷിക്കാനുള്ള സമയം 2026 ജാനുവരി 24 തുടങ്ങി ഫെബ്രുവരി 24 അവസാനിക്കും. കൃത്യം 1 മാസത്തെ സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കോഴ്സ് തുടങ്ങുന്നത് 2027 ജാനുവരിയിലായിരിക്കും. താൽപ്പര്യമുള്ള എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.